കിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സാഹിത്യക്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാഹിത്യക്സിലേക്ക് എടുക്കാം. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 2013. ചോദ്യം 3, നജീബ് കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ബെന്യാമിൻ. അടുത്തത്, മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആര്? ആൻസർ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര്? ഉത്തരം കുമാരനാശാൻ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഗാന്ധിജിയെ കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആരാണ്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത? ഉത്തരം ബാലാമണിയമ്മ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്? ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം രാമചന്ദ്രവിലാസം. മലയാള സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? ഉത്തരം JC ഡാനിയൽ പുരസ്കാരം. ജ്ഞാനപാന രചിച്ചതാര്? ചോദ്യം, ജ്ഞാനപാന രചിച്ചതാര്? ഉത്തരം പൂന്താനം. വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം അംശി നാരായണപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ മലയാള കവിയത്രി? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ മലയാളി കവിയത്രി ആരാണ്? ഉത്തരം ബാലാമണിയമ്മ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രം ഏതാണ്? ഉത്തരം വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ആൻസർ പാട്ടബാക്കി. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ വള്ളത്തോൾ നാരായണ മേനോൻ. ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ചലച്ചിത്രമാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? മാർത്താണ്ഡ് വർമ്മ. ഉത്തരം മാർത്താണ്ഡ് വർമ്മ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ചോദ്യം, പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാലാ നാരായണൻ നായർ. ഉത്തരം പാലാ നാരായണൻ നായർ. ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി കവിത രചിച്ചതാര്? ഉത്തരം ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ. ഉത്തരം ഇഞ്ചിക്കാട് ബാലചന്ദ്രൻ. രാമചരിതം എന്ന പ്രാചീന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഉത്തരം ചീരാമൻ. ഉത്തരം ചീരാമൻ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്?
ഉത്തരം പി എൻ പണിക്കർ. ഉത്തരം പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. വായനാ ദിനം എന്നാണ്? ചോദ്യം വായനാ ദിനം എന്നാണ്? ആൻസർ ജൂൺ 19. ഉത്തരം ജൂൺ 19. ഇത് വായനാ ദിനവുമായിട്ടുള്ള സാഹിത്യമാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ ലക്ഷമൊത്ത നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ആൻസർ ഇന്ദുലേഖ. ഉത്തരം ഇന്ദുലേഖ. മലയാള ഭാഷയുടെ പിതാവ് ആര്? ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഓക്കെ. കേരള സാഹിത്യം ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? കേരള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി. ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യൻ. ഉള്ളൂർ എസ് പരമേശ്വരയ്യൻ. വീണപൂവ്, നളിനി, ലീല, ചണ്ടാലഭി, ശുഗി, കരുണ, പ്രരോദനം എന്നീ കൃതികളുടെ കർത്താവാര്? ഉത്തരം കുമാരനാശാൻ. ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ്? ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം എൻ എൻ പിള്ള. ഉത്തരം എൻ എൻ പിള്ള. എം ടിക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം? എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 2025. 2024 കേരള ജ്യോതി പുരസ്കാരം ജേതാവ് ആരാണ്? 2024 കേരള ജ്യോതി പുരസ്കാരം ജേതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എം കെ സാനു. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം NS മാധവൻ. ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആര്? 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം കെ അരവിന്ദാക്ഷൻ. ഇദ്ദേഹത്തിൻ്റെ നോവൽ ഗോപ എന്ന നോവലിലാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം CV രാമൻപിള്ള. CV രാമൻപിള്ള. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം അശോകൻ ചെരുവിൽ.